ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ചെറിയ സംശയങ്ങൾക്കുള്ള റീപ്ലൈസ് ആണ് കേട്ടോ. കാരണം ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഓരോ പാർട്ടിലും എങ്ങനെയാണ് നമ്മൾ ഫ്രെയിം അറ്റാച്ച് ചെയ്യാൻ പറ്റുക, നെക്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ. അത് വാട്സപ്പ് ക്ലാസ്സിലുള്ളവർക്ക് പിന്നെ ക്ലാസ് വഴി ക്ലിയർ ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഉള്ളവർ കമൻറ്റിലേക്ക് കൂടി ചോദിക്കുന്നവരുണ്ട്, ഇൻസ്റ്റ വഴി ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകളെ ചോദ്യമായപ്പം പല ആളുകളും ഒരു യൂട്യൂബ് വീഡിയോ തന്നെ ചെയ്യുമെന്നും ചോദിക്കുന്നുണ്ടായി. അപ്പോൾ പിന്നെ അത് ചെയ്താൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഇപ്പോൾ വാട്സപ്പ് ക്ലാസ്സുള്ളവർക്ക് തുടക്കം മുതൽ തന്നെ കിട്ടുന്നത് കൊണ്ട് അവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ സ്വന്തമായിട്ട് ഇങ്ങനെ യൂട്യൂബ് നോക്കി തന്നെ ചെയ്യുന്നവർക്ക് ഫ്രെയിം അറ്റാച്ചിങ്ങിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. എഡ്ജുകളിൽ, നെക്കിൽ, പിന്നെ അതേപോലെ നമ്മൾ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണോ, എപ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങേണ്ടത്, ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കുറേ സംശയങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കണ്ട് യൂസ്ഫുള്ളായി തോന്നുന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും എന്നോട് ചോദിക്കുക കേട്ടോ. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പം ഞാനിതിപ്പോൾ ഒരു സ്ലീവാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ സ്ലീവിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്താക്കണം, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് തയ്യൽ തുമ്പ് പോവുമല്ലോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം. ആ തയ്യൽ തുമ്പിനെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതായത് താഴേക്ക് 1 ഇഞ്ച് ഇങ്ങനെ വരച്ച് വെച്ച് സ്ലീവിൽ ചെയ്യുമ്പോഴുള്ള ഭാഗമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത്. എന്നിട്ട് നമുക്ക് എത്രത്തോളം വിടുത്ത് വേണോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ തുണിയെ എത്രത്തോളം വേണം എന്നുള്ളതിന് അതും നമ്മൾ വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ വരയ്ക്കുന്നത് നമ്മൾ നല്ല കളർ കാണുന്ന രൂപത്തിൽ തന്നെ വരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫ്രെയിം ഇടുമ്പോൾ പിന്നെ പോവില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വരയ്ക്കുന്ന നിങ്ങൾക്ക് അത്രത്തോളം കാണുന്നുണ്ടാവില്ല. ഞാനിത് അവിടെ ഈ തുണിയിലേക്ക് അങ്ങനെ വല്ലാതെ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മൈൽഡായിട്ട് വരയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ വരച്ച് ഈ മേലെ ഭാഗങ്ങളിൽ നമുക്ക് എവിടെയാണോ ഡിസൈൻ വേണ്ടത് നമ്മൾ ആദ്യം ഫ്രെയിം ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഡിസൈൻ നമ്മൾ ക്ലോത്തിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഡിസൈൻ ക്ലോത്തിലേക്ക് ചെയ്യുന്നതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഡ്രോയിങ് ഒക്കെ പഠിച്ചവരല്ലേ. പിന്നെ കാർബൺ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. നമ്മൾ ക്ലോത്തിലേക്ക് ചെയ്യാൻ യെല്ലോ കാർബൺ പേപ്പർ, വൈറ്റ് കാർബൺ പേപ്പറൊക്കെ അവൈലബിൾ ആണ്. എന്നിട്ട് ഈ ഫ്രെയിം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വർക്ക്, നമ്മൾ ബീഡ്സ് വർക്കാണെങ്കിൽ ബീഡ്സ് വർക്ക്, സീക്വൻസ് ആണെങ്കിൽ അത് ത്രെഡ് കൊണ്ട് മാത്രമാണെങ്കിൽ അങ്ങനെ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റിലേക്ക് ഉള്ളിലേക്കൊക്കെ പോകുന്ന പാർട്ടിലേക്ക് വർക്ക് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് നമ്മൾ വർക്ക് ചെയ്ത് ആ ടൈമും നമ്മുടെ എഫേർട്ടും ഒക്കെ വേസ്റ്റായി പോവല്ലേ. അപ്പം അതുകൊണ്ടാണ് കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി മേലെ ഭാഗത്തേക്ക്, വീതി കൂടിയ ഭാഗത്തേക്കാണെങ്കിൽ ഇതേപോലെ വലിയ ഫ്രെയിം ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ഫ്രെയിം നിങ്ങളിപ്പോൾ എൻ്റെ ഇതിൽ കാണുന്നിട്ട് ബിഗിനേഴ്സ് ആരും ഒരുപാട് ടൈപ്പ് ഫ്രെയിമൊന്നും വാങ്ങി വെക്കണ്ട കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് മാത്രം വാങ്ങി മതി. ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസാണ്, ബീഡ്സ് വർക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ കുഞ്ഞു ഫ്രെയിം ഉണ്ടാവും. കുഞ്ഞു ഫ്രെയിം എപ്പോഴും ഫ്രെയിം നല്ലത് വുഡൻ ഫ്രെയിമാണ് കേട്ടോ. ഇതിപ്പോൾ വളരെ ചെറുത് വേണ്ടത് കൊണ്ടാണ് ഞാൻ ഫൈബറിൻ്റെ ഫ്രെയിം വാങ്ങിയിട്ടുണ്ട്. ഫൈബറിൻ്റെ ഫ്രെയിം ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാകും. കാരണം നമ്മൾ തുണിയിലിട്ട് വലിക്കുന്ന സമയത്ത് അതങ്ങോട്ട് പോരും. അപ്പോൾ വുഡൻ ഫ്രെയിം തന്നെ ഇത്രയും ചെറിയ സൈസിൽ കിട്ടുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 എണ്ണം മാത്രം മറ്റത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ലൈനിങ് വെക്കുന്ന ക്ലോത്തിനാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് വർക്ക് ചെയ്തിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ആ ബാക്കിലുള്ള തയ്യൽ തുമ്പുകളൊന്നും കാണാൻ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. അറിയാലോ, ലൈനിങ്ങിൻ്റെ ഉള്ളിൽ അത് പോവുമല്ലോ. ഇനി നെക്കിൻ്റെ ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നെക്ക് കട്ട് ചെയ്യാതെ ആം ഹോൾ മാത്രം കട്ട് ചെയ്തിട്ട് ക്ലോത്തിന് എടുക്കുക. ആം ഹോളിന് കട്ട് ചെയ്യണമെന്നും ഇല്ല കേട്ടോ. ആം ഹോൾ നമുക്ക് മെഷർമെൻറ്റ് വരച്ചൊക്കെ റെഡിയാക്കി വെച്ചാൽ മായാത്ത വിധത്തിൽ പെൻസിൽ കൊണ്ട് വരച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, അവിടെ തന്നെ വരയ്ക്കുക. ഇനിയിപ്പോൾ നെക്കിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റിൽ നമ്മൾ സാധാരണ കട്ട് ചെയ്യുമ്പോൾ എത്രയാണോ എടുക്കുന്നത് അതേപോലെ ഞാൻ ഇപ്പോൾ ഇതിന് 6 ഇഞ്ച് ലെങ്ത്തും 2 സൈഡിൽ 3 ഇഞ്ച് വീതം വിടുത്തും, അതായത് 4 ഫോൾഡിലാക്കുമ്പോൾ 3 ഇഞ്ച് വിടുത്തിൽ നെക്ക് വരച്ച് കൊടുത്ത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ ഉണ്ട് കേട്ടോ, അതിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അറിയുന്നില്ല, അതായത് ഇതിൽ പറഞ്ഞിട്ടും മനസ്സിലാവാത്തതാണ് ഇങ്ങനെ ചോദിക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അറിവില്ലായ്മ അറിയുന്നവർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ.
അപ്പോൾ ഇത് നെക്കിൻ്റെ ഈ സൈഡിലാണ് നമുക്ക് ഡിസൈൻ വരയ്ക്കേണ്ടത് ആയിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റഫാക്കിയിട്ട് അടയാളപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ നെക്കിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയാത്തത് കൊണ്ട് നമുക്ക് ഫ്രെയിം ഇടാൻ അവിടെ ക്ലോത്ത് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക, അതിനും കുഴപ്പമൊന്നുമില്ല. അടിയിൽ വേണമെങ്കിൽ ക്ലോത്ത് ഒരു കഷ്ണം പിന്നെ തുണി വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് ഇട്ടിട്ട് ഫ്രെയിം ഇട്ട് കൊടുക്കാം. അല്ലാതെ തന്നെ നമുക്ക് ഫ്രെയിമൊന്നും ഇല്ലാതെ നെക്കിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫ്രെയിം ഇടുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ടൈറ്റിൽ വലിച്ചിടണം. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ക്ലോത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് നോക്കണം. പിന്നി പോകുന്ന ടൈപ്പ് ക്ലോത്ത് ആണെങ്കിൽ ഫ്രെയിമിലിട്ട് വലിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടായി ഉണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ക്ലോത്തൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്താണ് നമുക്ക് വർക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ സ്ലിറ്റിന് നമ്മൾ ഫോൾഡ് ചെയ്ത് പോകുന്ന ഈ ഒരു ഇഞ്ച് ഉണ്ടാവുമല്ലോ, സ്ലിറ്റിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ 1 ഇഞ്ചല്ലേ കൊടുക്കുക. അത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുക. ഇങ്ങനെ അതൊന്ന് കറക്റ്റ് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ തന്നെ ഫ്രെയിം ഇട്ടിട്ട് വേണേൽ ചെയ്യാം. പക്ഷേ ചില ആളുകൾക്ക് ആ തുണിയുടെ ബലം ഇല്ലെങ്കിൽ ബിഗിനേഴ്സിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഈ എഡ്ജിലേക്ക് കൂടിയൊക്കെയുള്ള വർക്ക് ചെയ്യാൻ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താക്കുക, ഒരു വേസ്റ്റ് ക്ലോത്ത് കോട്ടൻ്റെ തന്നെ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വെറും ഫ്രെയിം മാത്രം ഇട്ടിട്ട് ഇപ്പോൾ ഫ്രെയിം കുറച്ച് ഭാഗത്ത് ക്ലോത്ത് ഉണ്ടാവില്ല, അത് ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ബിഗിനേഴ്സിനാണ് പ്രത്യേകിച്ചും. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയ ചെറിയ പാട്ടൊക്കെ ഫ്രെയിം ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സിന് ആണല്ലോ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു പീസ് ക്ലോത്ത് കോട്ടൺ ക്ലോത്ത് തന്നെ വെച്ചാലാണ് ഏറ്റവും നല്ലത്. പിടിച്ചാൽ കിട്ടാത്ത തുണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിഞ്ഞ് കളിക്കുന്ന തുണിയൊക്കെ ആകുമ്പോൾ ഫ്രെയിമിലിടുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടില്ല. ഇത് ക്ലോത്ത് അവിടെ വെച്ച് തയ്ച്ച് കൊടുക്കുമ്പോൾ ലോങ് സ്റ്റിച്ചിൽ പെട്ടെന്ന് ഊരിയെടുക്കാവുന്ന രൂപത്തിൽ സ്റ്റിച്ചിൽ തയ്ച്ച് കൊടുക്കുക. ഇതൊക്കെ ഈ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പിന്നെ ചെയ്യാനും ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മളെ ക്ലാസ്സിൽ നിന്ന് പഠിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ കുറേ ഉണ്ട്. അവരതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അവരുടെ വരുമാനത്തിനേക്കാണ് അവരുടെ മാനസിക സന്തോഷമായിട്ടാണ് അവരെൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേപോലെ ഫ്രെയിം ഇട്ടിട്ട് നമുക്കങ്ങനെ ചെയ്യാം. ഈ ഒരു ചുരിദാർ കണ്ട ഇതിപ്പം ഞാൻ വർക്ക് ചെയ്തതല്ല, അതിൽ ഓൾറെഡി ഉള്ള വർക്കാണ്. അതിൽ താഴെ ഭാഗത്തൊക്കെ വർക്ക് കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഇതേപോലെ ആക്കിയിട്ട് നമുക്കിങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ കൊടുത്ത വർക്ക് വേറൊരു പീസിൽ വർക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയും നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തോന്നുന്നത്, അങ്ങനെ വെച്ചാൽ ഇനിയിപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് അഴിക്കണ്ടേന്നൊന്നും വിചാരിക്കേണ്ട. അഴിക്കൊന്നും ചെയ്യാതെ നമുക്ക് ചെയ്യാം. അല്ലാതെ അവിടെ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് വേറൊരു പീസിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ബീഡ്സ് വർക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മളെ വാട്സപ്പ് ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക വാട്സപ്പ് ഗ്രൂപ്പിൽ. ആർക്കെങ്കിലും ഇനി താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരാഴ്ചയും കൂടി നമ്മളിനി ആളെ എടുക്കുള്ളൂ. കാരണം ഒരുപാട് ക്ലാസ് മുന്നോട്ട് പോയാൽ പിന്നെ ഈ ബാച്ചിലേക്ക് ആളെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കല്ല ബുദ്ധിമുട്ട്, പഠിക്കാൻ വരുന്നവർക്കാണ് ബുദ്ധിമുട്ട്. അപ്പം താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു ചുരിദാർ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനണ്ട താഴെ ഭാഗത്ത് ഈ ഒരു കോർണർ സൈഡിലാണ് വർക്ക് വന്നിട്ടുള്ളത്. ഈ വർക്ക് ഒരുപാട് നല്ല ഷുഗർ ബീഡ്സ് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്ന വർക്കാണിത്. ഈ ഭാഗത്ത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫ്രെയിം ഇടാം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു വീതി കൂടിയ ഭാഗത്തേക്കൊക്കെ ചെയ്യാൻ നമുക്ക് വലിയ ഫ്രെയിമാണ് കേട്ടോ നല്ലത്. വലിയ ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയമല്ല, ഞാൻ ഫ്രെയിം ഇങ്ങനെ മാറ്റി മാറ്റി ഇടലും ഒരു പണി തന്നെയാണ്. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് ബീഡ്സൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ വരും. അപ്പം വലിയ ഫ്രെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഈ ബ്രൈഡൽ സ്കേർട്ട് പോലുള്ളതൊക്കെ ചെയ്യുന്ന സമയത്തെ ഇത് കണ്ട, ഇതിൽ ഷുഗർ ബീഡ് ഉണ്ട്, കട്ട് ബീഡ് ഉണ്ട്, ത്രെഡ് ഉണ്ട്. ഈ വർക്ക് കൊടുത്തിട്ട് ട്രാൻസ്പെറൻ്റ് ആണ്, ക്ലോത്ത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും നൈലോണിൻ്റെ ത്രെഡ് യൂസ് ചെയ്താൽ ആ ഒരു ഭംഗി നഷ്ടപ്പെടില്ല. അടിയിൽ നിന്ന് തുണി ഇങ്ങനെ ആ നൂല് കാണുമ്പോഴുള്ള ഭംഗി നഷ്ടപ്പെടില്ല. പക്ഷേ നൈലോൺ ത്രെഡ് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അയൺ ചെയ്യുന്ന സമയത്ത് നൈലോൺ ത്രെഡുമ്പോൾ തട്ടിപ്പോയാൽ അത് ഉരുകിപ്പോകും. അപ്പോൾ നമ്മൾ കാര്യം ചെയ്തിട്ടാകുമ്പോൾ നമ്മളെ ചിന്തയിൽ എപ്പോഴും വേണം അവരെക്കുറിച്ച്, അവരെ കെയർ ചെയ്യുന്ന കാര്യം നമുക്ക് എപ്പോഴും വേണം.
ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ, നെക്കിൻ്റെ ഈ ഭാഗത്ത് വർക്ക് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തൊരു ക്ലോത്തിലാണ് നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്ത് വർക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ ഫ്രെയിം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിക്ചർ ആദ്യം വരച്ചെടുക്കണം. പിക്ചർ വരയ്ക്കുമ്പോൾ അറിയാമല്ലോ, അതൊന്നും ഇനി കാണിക്കേണ്ടിയില്ല എന്ന് വിചാരിക്കുന്നു. വാട്സപ്പ് ക്ലാസ്സിൽ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഈ ഭാഗത്തേക്ക് നമ്മൾ ഫ്രെയിം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് കണക്കായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഫ്രെയിമാണ്, ഒരു 6 ഇഞ്ച് ഫ്രെയിമിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. വൈഡായിട്ടുള്ളതൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ ഏറ്റവും ചെറിയ ഫ്രെയിമിലേക്ക് നമ്മൾ എടുക്കേണ്ടി വരും. എന്നിട്ട് ഫ്രെയിം ഇട്ടിട്ട് കണ്ട ഇങ്ങനെ കുറച്ച് ഭാഗം പുറത്തേക്ക്, ഒരു 1/4 ഭാഗം ക്ലോത്തിലേക്ക് ഉണ്ടായാൽ മതി. ബാക്കി ഭാഗം പുറത്തായാലും കുഴപ്പമൊന്നുമില്ല, ടൈറ്റായിട്ട് തന്നെ നിന്ന് കിട്ടും. ചിലർക്ക് അതൊക്കെ ഇങ്ങനെ ആയാലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്, ചെയ്ത് ശീലമില്ലാത്തതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓരോ പാട്ടിലേക്ക് ആകുമ്പോൾ ഇങ്ങനെ വരിക എന്നുള്ളതൊക്കെ ഒരു ശങ്ക മാത്രമേ ഉള്ളൂ. നമ്മളിത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സംഗതികളും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിത് ഇതിൻ്റെ സ്ലീവിൽ ബീഡ്സ് ഉണ്ട്, ജസ്റ്റ് സെൻറ്ററിലൊരു ബീഡ്സ്, ചുറ്റും കുറച്ച് ബീഡ്സ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. ഇത് വേറെ ക്ലോത്തിൽ, ഇതിൻ്റെ തന്നെ വേസ്റ്റ് ക്ലോത്തിൽ ആ വർക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ തയ്യൽ തുമ്പ്, അതായത് വർക്കിൻ്റെ തുമ്പൊന്നും അടിയിൽ കാണൂല. ഇതേപോലെ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ ബോർഡർ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം, നെക്കിന് ബോർഡർ ആക്കിയിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ഞാനൊരു സെമി സ്റ്റിച്ച് മെറ്റീരിയൽ വാങ്ങിയതായിരുന്നു. അതിൻ്റെ മേലെ ഭാഗത്ത് മാത്രമേ ഇതിന് വർക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മേലെ ഭാഗത്തെ വർക്ക് നമ്മൾ ഷോളും മഫ്തയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി പോകുമല്ലോ. അപ്പം നല്ല കോപ്പർ കളറിലുള്ള വർക്കായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ബീഡ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി ഈ വലിയ ഫ്രെയിം. ഇനി ഞാൻ ഈ ഫ്രെയിമിൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ എല്ലാം കൂടി പോയി വാങ്ങണ്ട കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യം വരുമ്പം, അതായത് നമ്മൾ തുടങ്ങുന്ന സമയത്തും കുറച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ക്യാഷ് ആണെങ്കിലും സമയമാണെങ്കിലും ഒക്കെ കുറേശ്ശെ ചെയ്യും. എന്നിട്ട് അത് നമുക്ക് സക്സസ് ആകുമ്പം അറിയാതെ തന്നെ നമ്മളറിയാതെ നമ്മൾ വളർന്നോളും എന്ന് മാത്രമല്ല, നമ്മളുടെ സാധനങ്ങളിൽ ഫിനിഷ്, നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇതിനു വേണ്ടി പൈസ ചിലവാക്കി അവിടെ വെച്ച് അതവിടെ സ്റ്റക്കായി കിടക്കുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഫാദർ ആണെങ്കിലും ബ്രദർ ആണെങ്കിലും ഇതിനു വേണ്ടി ക്യാഷ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആകെ ചടപ്പാകുകൾ, വെറുതെ പൈസ കളയാണല്ലോ തോന്നും. അതിന് ആരും ഇടവരുത്തരുത്. എപ്പോഴും ചെറുതാക്കി തുടങ്ങുക. നമ്മുടെ ഡ്രസ്സിൽ ആദ്യം ചെയ്ത് അത് കണ്ടിട്ട് മറ്റൊരാൾ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് ചെയ്തു തരുമോ എന്ന് ഒരാളെങ്കിലും ചോദിച്ചാൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഇത് വലുതാവണം. അപ്പോഴാണ് അത് വാല്യുബിളായിട്ടും, അതായത് ഒരു വിലമതിക്കുന്നതായിട്ടും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യത്തിനുള്ളതായിട്ടും നമുക്ക് മാറുള്ളൂ. കുറേ സാധനം സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ അത് നമുക്ക് തന്നെ ആലോചിക്കും ഇത്രയും പൈസ ഞാൻ ചിലവാക്കിയാലോ എന്നുള്ള ടെൻഷനായി പോവും. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഇത് ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യും, ലൈനിങ് ഒക്കെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിയിലേക്കൂടി, ലൈനിങ്ങിൻ്റെയും മെയിൻ തുണീൻ്റെയും ഇടയിലേക്കൂടിയാണ് അങ്ങനത്തെ സമയത്ത് നമ്മൾ ഫ്രെയിം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താവും, അടിയിലുള്ള നമ്മളെ നൂല് ഈ ലൈനിങ് കൊണ്ട് കവറായിക്കോളൂ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ സ്ലീവിൽ കൊടുക്കുകയാണെങ്കിലും, സ്ലീവ് നമ്മളിപ്പോൾ സ്റ്റിച്ചഡ് ഒരു കുർത്തിയിലാണ്, സ്ലീവിൻ്റെ താഴെ ഭാഗത്താണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ സ്ലിറ്റിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കൈ കൂട്ടി തയ്ച്ച ഭാഗം ഉണ്ടാവുമല്ലോ, സൈഡിൽ നിന്ന് കൈക്കുഴിയിൽ നിന്ന് കൈയിൻ്റെ താഴോട്ടേക്ക് വരെ തയ്ക്കണം, ആ ഭാഗത്ത് കുറച്ചൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. എന്നിട്ട് അവിടേക്ക് പാകത്തിലുള്ള ഫ്രെയിം ചെയ്ത് കൊടുക്കുക. അത് ഫ്രെയിം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞിട്ട് എന്താക്കുക, സൈഡ് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത്ര കുഞ്ഞു കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുള്ളൂ. ഹാൻഡ് എംബ്രോയ്ഡറി നമ്മളൊരു ചെറിയ പൂവാണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇതിൻ്റെ സ്ലീവിൽ ഇങ്ങനെയാണ് ചെയ്തിട്ട്, ഇതിൻ്റെ നെക്കിൽ നല്ലോണം വർക്കുണ്ട്, നെക്കിന് തൊട്ട് താഴെയായിട്ട്, പക്ഷെ അതൊന്നും കാണില്ല. അതിൻ്റെ വർക്കും കളർ കോമ്പിനേഷനും ഇതിൻ്റെ ഷോള് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. എൻ്റെ നന്നായിട്ട് ഷോളെ കാണുള്ളൂ, കവറിങ് തലയിലേക്ക് കൂടി ഇടുന്നത് കൊണ്ടേ ഇതിന് ഇത്രയും വർക്കുണ്ട്, അതൊന്നും കാണാതാവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ താഴെ ഭാഗത്തേക്ക് ചെയ്തത്. പിന്നെ ഇത് ഫുള്ള് ഷോളും മഫ്തയൊക്കെ വരുമ്പോൾ അങ്ങോട്ട് കവറായി പോകും. ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല അഭിപ്രായം കിട്ടിയിട്ടോ എനിക്ക്, കാരണം കോപ്പർ കളറ് ഈ ഒരു സ്കൈ ബ്ലൂവിലേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക്
ഇഷ്ടമാവുന്നുണ്ടാവും വിചാരിക്കുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ ഓപ്ഷൻ തരുന്നുണ്ട്. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എടുക്കാൻ അറിയാത്തവരുണ്ടോ എന്ന് എനിക്ക് സംശയം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എൻ്റെ വീഡിയോകൾ കാണുന്ന സമയത്ത് മേലെ ഒരു ചെറിയ ആരോ മാർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം കേട്ടോ. യൂട്യൂബൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ അതൊക്കെ ഒരു സംശയമായിട്ടുണ്ടാവും. എല്ലാം എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ലല്ലോ. അതുകൊണ്ട് പറയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ പിന്നെ വീഡിയോനെ പറ്റിയിട്ടും പിന്നെ മറ്റ് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം, പിന്നെ ഇൻസ്റ്റ വഴി പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്ലാസ് ഇന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇതിപ്പം വീഡിയോ 8 മണിക്ക് അപ്ലോഡ് ആവും. ക്ലാസ് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്മ മാത്രമെന്ന് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. ബൈ.